ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലിപ്സ്റ്റിക് അഗ്ലോണിമയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ അഗ്ലോണിമയുടെ ഗ്രൂപ്പിൽ ഏറ്റവും ഈസി ആയിട്ടും പെട്ടെന്നും പിടിച്ച് കിട്ടുന്നൊരു പ്ലാന്റാണ് ലിപ്സ്റ്റിക് അഗ്ലോണിമ. കാണാനും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഗാർഡനിങ് ഒക്കെ തുടങ്ങാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റാണ് കേട്ടോ ലിപ്സ്റ്റിക് അഗ്ലോണിമ എന്ന് പറയുന്നത്. കാരണം അത് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും. നമുക്ക് മനസ്സിനൊരു സന്തോഷമൊക്കെ ആവേ. അധികം കെയറിങ്ങും ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ്. പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഷെയ്ഡഡ് പ്ലാന്റാണ്. നമ്മൾ വെയിലത്തൊന്നും അധികം വെക്കരുത്, സൺലൈറ്റ് നേരിട്ട് കിട്ടുന്ന ഭാഗത്തൊന്നും വെക്കരുത്. ചെറിയൊരു പോട്ടിൽ പോലും നമുക്കിത് നട്ട് വളർത്താൻ പറ്റും. വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പോലും നല്ലതുപോലെ നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വെള്ളത്തിലിട്ട് വെക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്. ഇടയ്ക്കൊന്ന് നമുക്ക് വെയിൽ ഒളിച്ച് കൊടുത്താൽ മാത്രം മതി ഇൻഡോറായിട്ട് വെക്കണമെങ്കിൽ. പിന്നെ ഇതിന് ഫംഗസ് ചെറുതായിട്ട് വരുന്നൊരു പ്ലാന്റാണ്. അത് നമ്മൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ മഴക്കാലം ആയത് കാരണമാണ് ഞാൻ ഇതിന് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല. മഴയത്ത് ഞാൻ ചെടികൾക്കൊന്നും അങ്ങനെ അധികം വളങ്ങളൊന്നും കൊടുക്കാറില്ല കേട്ടോ. ചാണകപ്പൊടിയാണ് ഞാൻ മെയിനായിട്ട് എല്ലാ പ്ലാന്റ്സിനും ഇട്ട് കൊടുക്കുന്നത്. മഴയത്തായത് കാരണമാണ് ഇതിനൊന്നും കൊടുക്കാത്ത കാരണം അധികം ഹെൽത്തി ആയിട്ട് നിൽക്കാത്തത് അതുകൊണ്ടാണ് കേട്ടോ. വെള്ളം മാത്രം ഞാൻ ആഴ്ചയിൽ ഒരിക്കലോ വല്ലതും ഒഴിച്ച് കൊടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ സ്പ്രേ ചെയ്താണ് കൊടുക്കുന്നത്. പിന്നെ ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണ്. അഗ്ലോണിമയുടെ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് ഏറ്റവും വേഗവും പിടിപ്പിക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്. ബാക്കി പ്ലാന്റ്സൊക്കെ കുറച്ച് ഗ്രോത്ത് സ്ലോ ആയിരിക്കും, പക്ഷേ ഈ പ്ലാന്റ് പെട്ടെന്ന് തന്നെ പിടിപ്പിക്കുക. ഇത് കണ്ടു, ആ കാണുന്ന ബ്ലാക്ക് കളറിൽ കണ്ടത് അതിൻ്റെ ഒരു ഫംഗസ് ആണ് കേട്ടോ. അത് കളയാൻ വേണ്ടി ഞാൻ പെസ്റ്റിസൈഡ്സ് ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. അതിന് പകരം ഒരു തുണി എടുത്തതിന് ശേഷം അതൊരു വെള്ളത്തിൽ മുക്കിയിട്ട് ആ കറുത്ത കളറിലെ ഭാഗത്തും ആ ലീവ്സൊക്കെ ഒന്ന് തുടച്ച് ആ ഫംഗസ് അങ്ങനെ മാറ്റുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെയും വരും, എന്നാലും ഞാൻ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അല്ലാണ്ട് പെസ്റ്റിസൈഡ്സ് ഒന്നും അങ്ങനെ കൊടുക്കാറില്ല. ഈ കാണുന്ന മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൽ നിന്നാണ് ഞാൻ കൂടുതലും ബേബി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അതിൻ്റെ ആ സ്റ്റെംസൊക്കെ കട്ട് ചെയ്ത് നിർത്തിയേക്കണേനെ. പെട്ടെന്ന് തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാം. പിന്നെ ഇതൊക്കെ ഇപ്പോൾ പ്രൂൺ ചെയ്ത് നിർത്തേണ്ട ഒരു സമയമായേക്കണേണ്. നമുക്ക് പുതിയ നല്ല ഭംഗിയുള്ള ലീവ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റിൻ്റെ ആ സ്റ്റെംസിൻ്റെ താഴെ വെച്ച് നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ലീവ്സ് വേറെ വരും കേട്ടോ. ആ സമയത്ത് ഇത് നമ്മൾ വെയിലത്താണ് വെക്കണമെങ്കിൽ നമുക്ക് ആ റെഡ് കളറിലെ ലിപ്സ്റ്റിക്കിൻ്റെ ആ പേരിൽ തന്നെ ലിപ്സ്റ്റിക് അഗ്ലോണിമ എന്നാണ്. അപ്പോൾ ഒരു റെഡ് ഷെയ്ഡ് വരത്തില്ല, ഗ്രീൻ ഷെയ്ഡായിട്ട് മാത്രം നിൽക്കത്തുള്ളൂ. നമ്മൾ ഷെയ്ഡിൽ വെച്ചാൽ മാത്രമേ നമുക്ക് നല്ല ഭംഗിയായിട്ട് ആ റെഡ് കളർ അതിന് വരത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് ഇതുപോലെ ഗ്രീൻ ഷെയ്ഡിൽ തന്നെ ആയി പോകും. അതുകൊണ്ടാണ് അഗ്ലോണിമയല്ല, മൊത്തത്തിലുള്ള ലീഫി പ്ലാന്റ്സ് പകുതിയോളം ഷെയ്ഡഡ് പ്ലാന്റ്സ് ആണ്. പൂക്കൾക്ക് മാത്രമാണ് അധികമായിട്ട് സൂര്യപ്രകാശം ആവശ്യമുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഷെയ്ഡിൽ തന്നെ വെക്കേണ്ട ഒരു പ്ലാന്റാണ്. മഴയത്തായത് കാരണം നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ ലീവ്സിലോട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയേ. പെസ്റ്റിസൈഡ്സും പിന്നെ ഫെർട്ടിലൈസറായാലും നമുക്ക് അധികമായിട്ട് ഈ മഴക്കാലത്ത് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ. നല്ല ഭംഗിയായിട്ട് ബുഷിയായിട്ടൊക്കെ വളർത്തണമെന്നുണ്ടെങ്കിൽ വലിയൊരു പോട്ടിൽ നമുക്ക് ഇത് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ കുത്തി പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക് അഗ്ലോണിമയുടെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് അഗ്ലോണിമാസ്. മൊത്തം അങ്ങനെ തന്നെയാണ്. ഇടയ്ക്ക് നമുക്കൊന്ന് വെയിൽ കൊള്ളിച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന്. ആദ്യം തന്നെ ഒരു വലിയൊരു സ്റ്റെം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണേ. അതിനുശേഷം അതിൻ്റെ താഴെയുള്ള ആ ലീവ്സൊക്കെ ഒന്ന് മാറ്റിക്കൊടുത്ത് നമുക്ക് അതിൻ്റെ സ്റ്റെം മാത്രമായിട്ട് എടുക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് കുത്തി കൊടുത്താലും മതി കേട്ടോ. പക്ഷേ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സ് കിട്ടത്തില്ല. ആ നിൽക്കുന്ന ലീഫ് മാത്രം വന്നിട്ട് അതിൻ്റെ താഴേത് വേറെ തൈ വരാൻ കുറച്ച് ടൈം എടുക്കുമേ. അപ്പോൾ അതിന് പകരം നമുക്കിതിൻ്റെ സ്റ്റെമ്മിൻ്റെ ആ ലീവ്സൊക്കെ കളഞ്ഞൊന്ന് അത് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് തന്നെ നമുക്ക് 4 ആക്കി കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ആ കാണുന്ന മുളച്ചിരിക്കുന്ന ഭാഗമില്ലേ, അവിടെ വെച്ച് വേണം കട്ട് ചെയ്തെടുക്കാനേ. അതിന് ശേഷം ഇതിൻ്റെ ആ കറക്റ്റായിട്ട് നിൽക്കണ ആ പൊസിഷനിൽ തന്നെ വേണം കേട്ടോ നമ്മൾ മണ്ണിലേക്ക് കുത്താൻ. തിരിച്ച് കുത്തരുത്. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് മണ്ണിലേക്ക് കുത്തുമ്പോൾ അതിൽ ചാണകപ്പൊടിയും ചകിരിച്ചോറും പിന്നെ കുറച്ച് എല്ലുപൊടിയും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് മിശ്രിതമാണ് നമുക്ക് പ്ലാന്റ്സിനൊക്കെ എപ്പോഴും നല്ലത് കേട്ടോ. കുറച്ച് ഇളക്കമുള്ള മണ്ണിൽ വേണം ഇതൊക്കെ നടാൻ വേണ്ടി. വേണമെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് സാഫ് തേച്ച് കൊടുക്കാം. അധികം അണുക്കളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നല്ല ഭംഗിയുള്ള ലീവ്സ് കിട്ടും കേട്ടോ. ഇതിപ്പോൾ പഴയ ലീഫ് തന്നെ നമുക്ക് വരത്തുള്ളൂ താഴെ നിന്ന്, അല്ലെങ്കിൽ വേറൊരു പ്ലാന്റ് മുളച്ച് വരണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.